ഈ സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് കമ്പാരിസൺ തിയറം ആണ്. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. Let xn and yn be two sequences of real numbers and suppose that for some L belongs to R, L greater than 0, we have limit xn by yn equal to L, then limit xn equal to plus infinity if and only if limit yn equal to plus infinity. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ xn എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ yn എന്ന് പറയുന്ന ആളും എന്താണ്? സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ അവരുടെ റേഷ്യോയുടെ ലിമിറ്റ്, അതായത് xn ബൈ yn എന്ന് പറയുന്ന ആളുടെ ലിമിറ്റ് എന്താണ്? L ആണ്. അതുപോലെ L എന്ന് പറയുന്ന ആൾ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. ഇനി ഇതിനകത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ xnന്റെ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി, അതായത് xn എന്ന് പറഞ്ഞ സീക്വൻസ് പ്രോപ്പർലി ഡൈവേർജന്റ് ആണെന്നുണ്ടെങ്കിൽ yn എന്ന് പറയുന്ന സീക്വൻസും തന്നെയായിരിക്കും പ്രോപ്പർലി ഡൈവേർജന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ അതിനകത്ത് yn എന്ന് പറയുന്ന ആള് പ്രോപ്പർലി ഡൈവേർജന്റ് ആണെങ്കിൽ xn എന്ന് പറയുന്ന ആളും എന്തായിരിക്കും? പ്രോപ്പർലി ഡൈവേർജന്റ് ആയിരിക്കും. ഇതാണ് ഈ ലിമിറ്റ് കമ്പാരിസൺ തിയറത്തിന്റെ അർത്ഥം. ഇപ്പൊ രണ്ട് സീക്വൻസുകൾ നമുക്ക് അറിയാമെങ്കിൽ ആ സീക്വൻസിന്റെ റേഷ്യോ അല്ലെങ്കിൽ ആ റേഷ്യോയുടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സീക്വൻസ് ഡൈവർജന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർലി ഡൈവർജന്റ് ആണെങ്കിൽ മറ്റേ സീക്വൻസ് എന്തായിരിക്കും? പ്രോപ്പർലി ഡൈവർജന്റ് ആയിരിക്കും. ഇതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. നമുക്ക് ഇതിന്റെ പ്രൂഫിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് xn ബൈ yn എന്ന് പറയുന്നത് L ആണ്. അതുപോലെ L എന്ന് പറയുന്ന ആൾ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിന്റെ ഡെഫിനേഷൻ പ്രകാരം നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് xn ബൈ yn എന്ന് പറയുന്ന ആൾ L ആണ്. അപ്പോൾ ഇതിന്റെ ഡെഫിനേഷൻ പറയുമ്പോൾ ഫോർ കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ എപ്സിലോണും ട്രൂ ആവുന്ന രീതിയിലുള്ള കണ്ടീഷനാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ പെർട്ടിക്കുലർ ആയിട്ട് ഞാനിവിടെ ഒരു എപ്സിലോൺ ചൂസ് ചെയ്യാണ്. ചൂസിങ് എപ്സിലോൺ ഈക്വൽ ടു L/2. L എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ L/2 എന്ന് പറയുന്ന ആളും തന്നെയാണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് ഇവിടുത്തെ എപ്സിലോണും തന്നെയാണ്? ഗ്രേറ്റർ ദാൻ 0 തന്നെയാണ്. അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഈ എപ്സിലോണിനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ചൂസ് ചെയ്തു. ഈ എപ്സിലോണിനെ ചൂസ് ചെയ്തിട്ട് ഞാൻ ഡെഫിനേഷൻ എന്ത് ചെയ്യാണ്? ഈ എപ്സിലോണിന് മാത്രമായിട്ടൊന്ന് പറഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ആ ഡെഫിനേഷന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ ഇവിടെ ഗിവൺ എന്ന് എഴുതിയേക്കാം. Corresponding to this epsilon greater than 0, there exists a natural number epsilon, there exists a natural number k1 such that modulus of xn divided by yn minus L less than epsilon for all n greater than or equal to k1. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിന്റെ മോഡുലസിന്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn ബൈ yn മൈനസ് L ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് L വെച്ച് ത്രൂ ഔട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ L മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn ഡിവൈഡ് ബൈ yn ലെസ് ദാൻ L പ്ലസ് എപ്സിലോൺ for all n greater than or equal to k1. പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? L/2 അല്ലെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു L/2 ആണ്. അപ്പൊ അത് ഇതിനകത്തേക്ക് കൊടുക്കുവാണെങ്കിൽ L മൈനസ് L/2 ലെസ് ദാൻ xn ബൈ yn ലെസ് ദാൻ L പ്ലസ് L/2 for all n greater than or equal to k1. That is L minus L/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L/2 less than xn by yn less than L plus L/2 എന്ന് പറഞ്ഞാൽ 3L/2 for all n greater than or equal to k1. അപ്പോൾ ഇനി yn ഇവിടെ കിടക്കുന്നുണ്ട്. അതിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടുന്ന് ഡിനോമിനേറ്റർ നിന്ന് മാറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് എൻ്റെ ഇനീക്വാലിറ്റീനെ ഞാൻ yn വെച്ച് മൾട്ടിപ്പിൾ ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെ കിട്ടും? L/2 yn less than xn less than 3L/2 into yn
ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നതിലത്തെ ആദ്യത്തെ ഭാഗത്തു നിന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഒരു ഇക്വേഷൻ ആക്കി എത്തി. ഇനി നമുക്ക് കാണിക്കേണ്ടത് ലിമിറ്റ് xn എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം, ലിമിറ്റ് yn എന്ന് പറയുന്നതും പ്ലസ് ഇൻഫിനിറ്റി എന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അതുപോലെ തിരിച്ചും കാണിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, ലിമിറ്റ് xn എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റി ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. ലെറ്റ്സ് assume that ലിമിറ്റ് xn ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി, അതായത് പ്രോപ്പർലി ഡിവേർജന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ദെൻ കറസ്പോണ്ടിങ് ടു any alpha greater than 0, however large it may be, there exists a natural number k2 such that xn greater than 3l by 2 into alpha for all n greater than or equal to k2. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സാധാരണ നമ്മൾ xn greater than ആൽഫ എന്ന് പറഞ്ഞാണ് എടുക്കാറ്. അപ്പോൾ അത് ഏകദേശം എന്താണ്, ആൽഫ എന്ന് പറഞ്ഞത് ഏത് റിയൽ നമ്പർ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ xn greater than ആൽഫ എന്ന് പറയുന്നതും അതുപോലെ തന്നെ xn greater than 3l by 2 ആൽഫ എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. വ്യത്യാസം വരാൻ പോകുന്നത് ഏത് ഭാഗത്താണ്, ഈ നമ്മൾ ചൂസ് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ അനുസരിച്ചാണ്. അപ്പോൾ അത് നമ്മളിവിടെ ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് പറയുന്നത് കൊണ്ട് xn greater than ആൽഫ എന്ന് പറഞ്ഞ പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്, xn greater than 3l by 2 ആൽഫ എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇനി നമുക്ക് 1 and 2 തമ്മിൽ എന്ത് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫ്രം 1 and 2 കമ്പയർ ചെയ്യല്ല, ഇന്ന് നമുക്ക് പുതിയ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും നോക്കാം. അപ്പോൾ 1ൽ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം ഞാൻ എടുക്കുന്നു. xn ലെസ് ദാൻ 3l by 2 yn, അതായത് which implies for all n greater than or equal to k2. അപ്പോൾ 1 and 2 തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഇത് n greater than or equal to k2 ആകുമ്പോഴാണ് ഇക്വേഷൻ നമ്പർ 2 സാറ്റിസ്ഫൈ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ n greater than or equal to k1 ആയിരിക്കണം. അപ്പോൾ രണ്ടാളും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, choosing k equal to maximum of k1 k2. k1 k2 ആരാണ് വലുത് അതിൽ മാക്സിമം എടുക്കുക, അതിനെ k ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ പിന്നെ kക്ക് ശേഷമുള്ള എല്ലാ എന്നുകൾക്കും ഈ രണ്ടാൾക്കാരും എന്ത് ചെയ്തോളും, ട്രൂ ആയിക്കോളും. then xn less than or equal to for all n greater than or equal to k. അതുപോലെ തന്നെ xn greater than 3l by 2 into alpha for all n greater than or equal to k എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡ് ഈ ഇക്വേഷനെ 2 by 3l വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ 2 by 3l into xn ലെസ് ദാൻ, ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ചേഞ്ചസ് വരുന്നില്ല, 2 by 3l into 3l by 2 yn. That implies yn greater than 2 by 3l into xn. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇക്വേഷൻ 1ൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. നിങ്ങളുടെ 1 and 2 എന്നുള്ള പകരം ഫ്രം 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഫോർ ഓൾ n greater than or equal to k. ഇതിന് ഞാൻ ഇക്വേഷൻ 3 എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് എന്തായിരുന്നു, xn ഫ്രം 2. അപ്പോൾ 2ൽ നിന്ന് എന്താ കിട്ടുന്നത്, നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് xn greater than 3l by 2 alpha for all. ഇപ്പം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, n greater than or equal to k എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഇവിടെ നോക്കുകയാണെങ്കിൽ 2/3l ഇൻറ്റു എക്സ് എൻ ആവശ്യമുള്ളത്. ഇപ്പോൾ 2/3l ഇൻറ്റു എക്സ് എൻ, അതായത് ഇതിനെ മൊത്തത്തിൽ 2/3l വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. 2/3l ഇൻറ്റു 3l/2 ഇൻറ്റു ആൽഫ, that implies 2/3l xn greater than alpha for all n greater than or equal to k. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇനി നമുക്ക് 3ഉം 4ഉം കൂടി കമ്പൈൻ ചെയ്യാം. From 3 and 4, yn greater than 2/3l into xn, which is greater than alpha, which implies yn greater than alpha for all n greater than or equal to k. Equation number 5. അതായത് അതിന്റെ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ലിമിറ്റ് yn ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ എന്താ കാണിച്ചത്? ദാറ്റ് ഈസ് ലിമിറ്റ് yn, ദാറ്റ് ഈസ് if limit xn equal to plus infinity, then limit yn equal to plus infinity. അപ്പോൾ ആ കാര്യമാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചസ്യൂം ചെയ്യണം. കോൺവേഴ്സ്ലി assume that limit yn equal to plus infinity. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എഴുതുക. then corresponding to any alpha greater than 0, however large it may be, there exists K3 belongs to n such that yn greater than 2/LA for all n greater than or equal to K3. ഇപ്പോൾ നേരത്തെ അവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്തെടുത്തിരിക്കുന്നു? yn greater than 2/L ആൽഫ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഇക്വേഷനും ആറാമത്തെ ഇക്വേഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു k നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചൂസ് k, ഓൾറെഡി k എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചത് കൊണ്ട് k ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നു. k ഡാഷ് ഈക്വൽ ടു maximum of k1, k3. Then L/2 yn less than xn less than 3L/2 yn for all n greater than or equal to k dash. അതുപോലെ തന്നെ yn greater than 2/L alpha for all n greater than or equal to k dash എന്നിങ്ങനെ നമുക്ക് ഇവിടെ കിട്ടും. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കേണ്ടത്. എന്താണ്? xn എന്ന് പറയുന്ന ആളിലേക്കാണ് നമുക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം എടുക്കുന്നു. എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? L/2 yn less than xn. ഇതാണ് നമ്മുടെ അടുത്തുള്ളത്. ഇനി ഇവിടുന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ ഇത് എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ 2/L ആൽഫ ലെസ് ദാൻ yn. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു? L/2 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ L/2 ഇൻറ്റു 2/L ഇൻറ്റു ആൽഫ വിച്ച് ഈസ് ലെസ് ദാൻ L/2 ഇൻറ്റു yn. ദാറ്റ് ഈസ് ആൽഫ എന്ന് പറയുന്നത് L/2 yn-നേക്കാളും ചെറുതാണ് ഫോർ ഓൾ n greater than or equal to k dash.
ഇതിന് ഞാൻ 7 എന്നും ഇതിന് ഞാൻ 8 എന്നും പറഞ്ഞ് വിളിക്കുവാണെങ്കിൽ ഫ്രം 7 ആൻഡ് 8 നമുക്ക് എന്താ കിട്ടുന്നത്? 7 എടുത്ത് എഴുതുവാണെങ്കിൽ L/2 yn ലെസ് ദാൻ xn. ഈ ബാക്കി ഇവിടെ നോക്കുവാണെങ്കിൽ L/2 yn ചെറുതാണ് ആര്? ആൽഫ എന്ന് പറയുന്നത്. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഡാഷ്. അതായത് ഇതിന് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം എടുത്ത് എഴുതുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആൽഫ എന്ന് പറയുന്നത് xn ചെറുതാണ്. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഡാഷ്. That is xn greater than alpha for all n greater than or equal to k dash. Then by definition, limit xn equal to plus infinity. That is limit yn equal to plus infinity implies limit xn equal to plus infinity, which is 9. Then from 5 and 9 നമുക്ക് എന്ത് കിട്ടുന്നു? ലിമിറ്റ് xn എന്തായിരുന്നു? ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി ഇംപ്ലൈസ് ലിമിറ്റ് yn ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. ഇതായിരുന്നു 5 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 9 പറയുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട്. അപ്പോൾ ഇത്രയും കൂടി എഴുതി കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? നമ്മുടെ ലിമിറ്റ് കമ്പാരിസൺ തിയറം കംപ്ലീറ്റ് ആയി.